ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊരു ക്യാമ്പിങ്ങിന് പോവാണ് കേട്ടോ. ക്യാമ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. അപ്പം നമ്മൾ ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അല്ലേ? നെക്സ്റ്റ് ഒന്നാണ് കേട്ടോ നമ്മളെല്ലാം വാങ്ങിച്ചത്. അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെ, നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നത് ഏത് ലൊക്കേഷനിലാണെന്ന് പറഞ്ഞില്ല. നമ്മൾ ഫുജേറയിലാണ് പോകുന്നത്. ഗൈസ്, നെസ്റ്റോയിൽ ഇത്രയും നല്ല സാധനങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി കുറേ സാധനങ്ങളൊക്കെ നല്ല ഓഫറിലൊക്കെ ഇങ്ങനെ ക്യാമ്പിങ്ങിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നെസ്റ്റോ ചൂസ് ചെയ്തത്. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു ഷോപ്പ്. ചെയർ വാങ്ങിച്ചു. ഇതെന്താണ് എൻ്റെ കയ്യിലെന്ന് എനിക്കറിയില്ല. ഓക്കെ ഹെസമോളുടെ ഫുഡിൻ്റെ ഇതാണ് കേട്ടോ. ചെയർ വാങ്ങിച്ചു, ടെൻറ്റ് വാങ്ങിച്ചു, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ, ഹെസ ബേബിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് 1:30 മണിയായി. നമ്മളിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായ കുടിക്കണം എന്ന് തോന്നി. എനിക്കാണ് കേട്ടോ തോന്നിയത്. ഞാൻ മാത്രമേ കുടിക്കുന്നുള്ളൂ. ഒരു ഫ്രഷ് മിൽക്ക് ചായ നമ്മൾ കുടിക്കുന്നുണ്ട്. ഇതാ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുന്നത്. ഇനിയുണ്ട് ഇവിടുന്ന് കുറേ പോകാനായിട്ട്. കുറച്ചധികം പോകണം, എന്നാലാണ് അവിടെ എത്താം. ഗൈസ്, ഞങ്ങളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ട് ക്യാമ്പ് ഫയറൊക്കെ നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫയർ നമ്മളിങ്ങനെ ഇട്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളൊരു വിൻ്റർ വെക്കേഷന് പോയപ്പോഴാണ് കേട്ടോ. നമ്മളിങ്ങനെ വിൻ്റർ ഹോളിഡേയ്സിനാണ് നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു ടെൻറ്റൊക്കെ കെട്ടി, ഒരു സീഷോർ, ഒരു കടൽ തീരത്താണ് നമ്മൾ ഈ ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെസ ബേബി അവിടെ എത്തിയപ്പോഴത്തേക്കും ഉറക്കാൻ വന്നിട്ട് അവളിങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവളെ ഉറക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടൽ നിങ്ങൾക്ക് ഈ ഒരു നൈറ്റ് വ്യൂവിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല നന്നായിട്ട്. അപ്പോൾ എനിവേ ഞാനത് പകൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ തീയൊക്കെ കെട്ടടങ്ങിയിട്ട് നമുക്ക് കനൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫിഷും ചിക്കനും കബാബും അങ്ങനത്തെ ഐറ്റംസ് നമുക്കിവിടെ ചുട്ടെടുക്കുന്ന ഒരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല നിലാവുള്ളൊരു രാത്രിയായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും എനിക്കറിയുന്നില്ല, നിലാവും കാര്യങ്ങളും സെറ്റപ്പൊന്നും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒരുമിച്ച് പോകുമ്പോഴല്ലേ ഒരു രസമുള്ളൂ, അല്ലാണ്ട് ഒറ്റക്കൊറ്റക്ക് പോകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ട് അവിടെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങിട്ടോ അവനവൻ്റെ ടെൻറ്റിൽ പോയിട്ട്. അപ്പം പിറ്റേ ദിവസം രാവിലെ നമ്മളവിടെ നിന്ന് എണീറ്റിട്ട് ടെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തട്ടിക്കുട്ടി വണ്ടിയിൽ കയറ്റിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് പോരുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് വഴിയോര കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നല്ല രസമുള്ളൊരു ഏരിയ ആണിത്. രാത്രി ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള സീനുകളും കാര്യങ്ങളൊന്നും കാണിച്ചു തരാത്തത്. നമ്മൾ ഒത്തിരി രാത്രി ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പകലുള്ള വ്യൂ ആണ്. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്തുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. എനിവേ ഗൈസ്, 2 സൈഡിലായിട്ടാണ്, ഒരു സൈഡിൽ ഫുള്ള് മലയാണെങ്കിൽ മറ്റേ സൈഡ് ഫുള്ള് ഇങ്ങനെ കടലും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉള്ളിലേക്ക് അങ്ങനെ പോകുമ്പോഴത്തേക്കും, കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഫർദർ നമ്മൾ ഇനി ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്നുള്ളത്, ഏത് ലൊക്കേഷൻ കാണാനാണ് നിങ്ങൾക്ക് UAE ഇഷ്ടം എന്നുള്ളതും കൂടി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്ന വീഡിയോസിലൊക്കെ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്പോട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. നല്ല രസമാണ് കേട്ടോ ഈ ഒരു ബീച്ച് വ്യൂ വന്നിട്ട്. ഇത് നമ്മുടെ ഫുജേറയിലുള്ളൊരു ബീച്ചാണ്. അതേപോലെ ഇവിടെ ഇങ്ങനെ മല ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഗൈസ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജുമ ആയതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ വച്ച് പിടിച്ച് പോയെങ്കിൽ മാത്രമേ വീട്ടിൽ പോയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് അവർക്ക് പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരമൊന്നും ചുറ്റിക്കറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി തേഴ്സ്ഡേ നൈറ്റാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ്, കുറേ പുരാണമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കുറേ നേരം വെളുപ്പിച്ചു. ഒരുപാട് നേരം വെളുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളൊന്ന് കിടന്നുറങ്ങിയത്.
അപ്പോൾ അത്രയും രസമുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോകണം. അത് നമ്മുടെ ലൈഫിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ ടോക്സും ആ ഒരു വീട്ടിൻ്റെ 4 മൂലയ്ക്ക് 4 ചുമരുകൾക്കുള്ളിൽ തീർക്കാനുള്ള നല്ല ലൈഫ് എന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ അതാണല്ലോ നമ്മുടെ ലൈഫിൻ്റെ ഒരു മോട്ടിവേഷൻ തന്നെ. എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണല്ലേ. അങ്ങനെ ഗായ്സ് നമ്മൾ ഇന്നലെ രാത്രി ക്യാമ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഒരുപാട് ലേറ്റായി. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. സോ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ദിബ്ബയിലാണ്. ദിബ്ബ ബീച്ചിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. ഓക്കെ ഓക്കെയാണ്. അങ്ങനെ നമ്മൾ തിരിക്കാണ് ഇവിടുന്ന്. ഫൈനലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ദോശയാണ് ഇത്. ആക്ച്വലി ഹെസമോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പൊതിഞ്ഞെടുത്തത്. കാരണം ഇന്ന് ജുമ ആയതുകൊണ്ട് എല്ലാവരും അടയ്ക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് വേണം കുളിച്ച് റെഡിയായിട്ട് ഇതിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെജ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മൾ ഒത്തിരി ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് ഹാഫ് ഓഫ് ദ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് വെജ് റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ നല്ല കണക്കിന് തട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു നൈറ്റ് ക്യാമ്പും ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. നൈറ്റ് ക്യാമ്പാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അത്ര തന്നെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.